ഒരു ചെറിയ തുമ്മൽ തന്നെ പിന്നെ അത് ചുമയായി മാറും. ചുമയ്ക്ക് പിന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കണം. ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ പിന്നെ മോഷൻ ശരിയാകില്ല. ചിലപ്പോൾ ഡയറിയ പോലെ വയറിളക്കം പോലെ ആകും. പിന്നെ അത് അങ്ങനെ ആകുമ്പോൾ പിന്നെ ക്ലീനിങ് ഒക്കെ തന്നെ വിഷയമാണ്. അപ്പോൾ പൊട്ടാതൊക്കെ ഇരിക്കണം. പൊട്ടിപ്പോയാൽ പിന്നെ അത് ബെഡ് സോർ അടക്കമുള്ള വലിയ കോംപ്ലിക്കേഷൻ ആയിപ്പോകും. അപ്പം ഇത് ഒരു തുമ്മൽ ഇത് മാറി ഒരു പഴയ രീതിയിലേക്ക് ആകാനായിട്ട് 45, 50, 60 ദിവസമൊക്കെയാണ് എടുക്കുക. അപ്പോൾ ഇത് കഴിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കഴിഞ്ഞതിനേക്കാൾ ഈ ആൻറ്റിബയോട്ടിക് കഴിച്ച് വിശ്രമിച്ചതിനേക്കാൾ മോശമായിരിക്കും, കുറേ കൂടെ ഡിറ്റീരിയേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ വീട് അടച്ച് ജീവിക്കുക, ആൾക്കാരുമായിട്ടുള്ള ഈ അണുബാധ ഉണ്ടാകാതെ ഏതെങ്കിലും തരത്തിലുള്ളൊരു തുമ്മൽ പോലും വരാതെ നോക്കുക എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ പോയി. പിന്നെ അച്ഛൻ്റെ ആ ചിട്ടകൾ, അച്ഛൻ ഈ ആയുർവേദ കുഴമ്പുകളും എണ്ണകളൊക്കെ ഉപയോഗിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ എന്നും തേച്ചൊക്കെ കൊടുത്ത്, അപ്പോൾ അദ്ദേഹം എങ്ങനെയാണോ ജീവിച്ചത് അത് ആ ഒരു രീതിയിൽ തന്നെ ജീവിക്കാനായി അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചു എന്നുള്ളതല്ലാതെ അതിനകത്തൊരു വേറെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബം മൊത്തത്തിൽ ആ ഒരു പരിചരണത്തിന് അതിനനുസരിച്ച് പൊരുത്തപ്പെട്ട് ആ രീതിയിലാണ് മുന്നോട്ട് അങ്ങനെ പോയി. നമ്മൾ ആ ഒരു ജീവിതം നയിച്ചു എന്ന ഈ 23-ാം തീയതി ഹോസ്പിറ്റലിൽ പോകുന്നവരെ നമ്മൾ അങ്ങനെ അങ്ങ് ജീവിച്ചു എന്ന് പറയാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതല്ലാതെ വേറൊരു കാര്യം ഇതിനകത്ത് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല.